ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുഗിയനാണ്. ചെറുപയർ കൊണ്ട് വളരെ എളുപ്പത്തിൽ സുഗിയൻ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുന്ന ചെറുപയറാണ്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. 3 ചൂള പോകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. കുതിർത്തിയ പയറായതുകൊണ്ടാണ് 3 ചൂള പോകുമ്പോൾ തീ ഓഫ് ചെയ്യുന്നത്. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം ശർക്കര ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഉണ്ട ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ വച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇത്രയും ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ശർക്കരപ്പാനി നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരല്പം തേങ്ങയും 4 ഏലക്കായുടെ കുരുവും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയറ് വെന്തോ എന്ന് നോക്കാം. 3 ചൂള പോയതിന് ശേഷം തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സുഗിയൻ തയ്യാറാക്കി എടുക്കാം. ഈ പയറ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചൊഴിച്ചാൽ മതിയാകും. ഇതിന് വെള്ളം കൂടിപ്പോയാൽ ഉണ്ടയുണ്ടാക്കാൻ പാടാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഇത് ഉണ്ടയുരുട്ടി എടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരല്പം മാവ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പയർ ഇതുപോലെ കുറച്ച് എടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുളയാക്കിയതിന് ശേഷം ഈ മാവിൽ മുക്കി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശവും കൂടി നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഗിയൻ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലുള്ള സുഗിയനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.